എനിക്ക് പിന്നെ നടക്കാനോ ഒന്നും പറ്റിയാലായിരുന്നു. ഈ കാലിന് നല്ല വളവായിരുന്നു. ഒരാളുടെ സഹായം വേണമായിരുന്നു എനിക്ക് ഒന്ന് എഴുന്നേക്കാനും. പിന്നെ ഇങ്ങനെ പിടിച്ചൊക്കെയാണ് ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. 10 വർഷത്തോളമായി എൻ്റെ ഈ കാലിന് വേദന ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അത് എനിക്ക് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ കൂലിപ്പണിക്ക് വന്നൊരു വ്യക്തിയായിരുന്നു. 5 ദിവസം പണിതാ ആ 5 ദിവസത്തിൻ്റെ ഒരു 4 ദിവസത്തെ പൈസ ഞാൻ ആഴ്ച 15 ദിവസത്തിൽ എങ്ങനെയാണെങ്കിലും എൻ്റെ ശരീരത്തിൽ ഒരു 2-3 ഇഞ്ചക്ഷനെങ്കിലും കയറും. ഒരു ട്രിപ്പ് വിടും. ഞാൻ പണിയുന്ന പൈസ മൊത്തം എന്ന് പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊടുത്തോണ്ടിരിക്കുന്ന തമിഴ്നാട്, കോട്ടയം മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒത്തിരി ആശുപത്രിയിൽ ഈ കാലിന് വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞാൻ രാത്രിയിലൊക്കെ കിടന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഈ വേദന ഒന്ന് മാറ്റിത്തരാൻ ഒത്തിരി അമ്പലങ്ങളിലും ഒക്കെ വഴിപാട് നേർന്നു. കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇത് ഒരുപാട് ഒളിച്ചു വെച്ചു. പക്ഷെ പിന്നെ ആയപ്പോൾ എനിക്ക് ഒരു സൈഡ് ചെരിഞ്ഞേ നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. കാല് നേരെ ചവിട്ടാൻ പറ്റിയില്ല. കാല് ഞാൻ വലിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ആശുപത്രിയുടെ ഈ ഹോസ്പിറ്റലിലെ ഈ ഡോക്ടറെയൊക്കെ കാര്യം പറഞ്ഞ് ഒത്തിരി രോഗികൾ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഫോണിലടിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. ഇവിടെ പരിസരത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായം. ഡോക്ടർക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം ഇറങ്ങിപ്പോകുന്നത് നല്ല ആശ്വാസത്തോടെയാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് കാല് ഒക്കെ നോക്കി ചികിത്സ ചെയ്തു. ഡോക്ടർ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ലപോലെ നേരെ നടക്കാൻ പറ്റുന്നുണ്ട്. കുനിയാനൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇതില്ലായിരുന്നു. പക്ഷെ എനിക്ക് കാല് ഇങ്ങനെ നിരക്കി മാത്രമേ എനിക്ക് ചവിട്ടാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് കാല് ശരിക്കും ഇങ്ങനെ 2 കാലും മടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിടിക്കാതെ തന്നെ എനിക്കിങ്ങനെ എഴുന്നേക്കാം. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയല്ല. വരുമ്പോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കണമായിരുന്നു. ഇങ്ങനെ പിടിച്ചേക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് നടക്കാം. ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ നടക്കാം. മറ്റേ കാല് ഞാനിങ്ങനെ ഈ കാല് ഇങ്ങനെ വലിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് പറയാനുള്ള എല്ലാവരും, നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഈ ഡോക്ടറെ വന്ന് കാണുക. നമുക്ക് സന്തോഷത്തോടെ നമുക്ക് 2 കാലും പറിച്ച് നടക്കാൻ ഒക്കും. ദൈവത്തെ പോലെ ഈ ഡോക്ടറെ കണ്ട് എല്ലാവരും ഈ ഡോക്ടറെ വന്ന് കണ്ട് നമ്മുടെ കാലം കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുകയും ചെയ്യും. ഈ ഡോക്ടറോട് നമ്മൾ ദൈവത്തെ കാണുന്ന പോലെ ഈ ഡോക്ടറെ കണ്ട് എല്ലാവരും ചികിത്സയ്ക്ക് ഈ ആശുപത്രി വരാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുട്ടുവേദനയുള്ളവർ പുറത്തു പോയി ഒത്തിരി ചികിത്സ ചെയ്യാതെ ഈ ഡോക്ടറെ കണ്ട് ഈ ഡോക്ടർ ചികിത്സ നേടുക. നമുക്ക് രോഗങ്ങൾക്ക് ശാന്തി കിട്ടുമെന്ന് 100% ഉറപ്പാണ്. കാരണം എൻ്റെ അനുഭവം എനിക്ക് വേറെ ആരുടെയും പറയില്ല. ഞാൻ നേരിട്ട് വന്ന് കണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്ന് ഒരു നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഇത്ര നേരം കൊണ്ട്.